ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടുതാക്കുളം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അവിടുന്ന് ആദ്യം തന്നെ വേസ്റ്റും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക, കാരണം അതുകൊണ്ട് ഷീറ്റ് മുറിയാൻ സാധ്യതയുണ്ട്. ഞാൻ 4 ഓടാണ് ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഓട് അടിച്ച് ഉറപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ കമ്പികളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഓടിന് മാത്രം ഞാൻ 2 കമ്പി ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഓടിനും നടുവിൽ ഒരൊറ്റ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഓടിന് 2 കമ്പി ഉപയോഗിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ടും അതേപോലെ തന്നെ ആ ഓട് നല്ലോണം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഓടിൻ്റെയൊക്കെ നടുഭാഗത്ത് മാത്രമാണ് ഞാൻ കമ്പി അടിച്ച് ഉറപ്പിക്കുന്നത്. ഗൈസ്, ഈ ഓട് വെച്ചപ്പോൾ എനിക്ക് അവിടെ സൈഡിൽ കുറച്ച് സ്ഥലം എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഓടിൻ്റെ അവിടെ ടൈൽസ് വെക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്താ വെച്ചാൽ ടൈൽസ് അവിടെ നല്ലതായി നിൽക്കുന്നില്ല. ഞാൻ ഒരു ഓളോ ബ്രിക്സിൻ്റെ കട്ട് എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് ഉണ്ട്, നമ്മളെ ടാങ്കിൻ്റെ ആ ഭാഗത്തുള്ള ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഷീറ്റ് വിരിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ വിരിക്കുന്നത് എങ്ങനത്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഷീറ്റ് ഉണ്ട്, അതായത് കിലോയ്ക്ക് 20 രൂപ എന്നുള്ളൊരു രീതിയിലുള്ള ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റാണ് ഞാൻ ആദ്യം വിരിക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആ ഷീറ്റിന് പകരം സാരിയോ അല്ലെങ്കിൽ ചാക്കോ എന്ത് വേണമെങ്കിലും വിരിക്കാം. നിങ്ങൾ വിരിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ വിരിക്കാൻ നോക്കുക. എല്ലാ ഭാഗത്തും ഈ ഷീറ്റ് എത്തുന്ന രീതിയിൽ തന്നെ വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്ക് കുറച്ച് കാലം നല്ല രീതിക്ക് തന്നെ നിൽക്കും. ഈ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ നല്ല വൃത്തിക്ക് തന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് തന്നെ അടിയിൽ നിന്ന് വേരും അതേപോലത്തെ മണ്ണിന്നും ഇതൊക്കെ സംരക്ഷണം കൊടുത്താൽ കുറേ കാലം നിൽക്കുന്ന ഒരു ടൈപ്പ് ടാങ്കാണ്. ഈ ടാങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമെൻറ്റ് വെച്ചും ചെയ്യാവുന്നതാണ്. അതായത് ഓടിൻ്റെ ഗ്യാപ്പൊക്കെ സിമെൻറ്റ് വെച്ച് അടച്ച് അടിയിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി. ഈ ലോക്കൽ ഷീറ്റിൻ്റെ മേലേക്ക് ഞാൻ കിലോയ്ക്ക് 100 രൂപ എന്നുള്ള രീതിയിലുള്ള ഒരു ഷീറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള അതിൻ്റെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം നിങ്ങൾ എന്താക്കുകയെന്ന് വെച്ചാൽ അത് നല്ലോണം അതിൻ്റെ അകത്ത് വിരിച്ചതിന് ശേഷം നിങ്ങൾ വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ അത് നല്ല ലെവലായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ എഡ്ജസ്സും ഇതൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മടക്കി ഉള്ളോട്ടേ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ടാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഈ ടാങ്കിലേക്ക് ഏത് ഫിഷിനെ ഇടണ്ടേന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ എന്നാൽ ആ ഫിഷിനെ നമുക്ക്